പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ അധ്യായമാണ് വൈദ്യുത കാന്തിക ഫലം, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതിൽ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ബാർ കാന്തവും അതുപോലെ സോളിനോയിഡിൻ്റെയും കാന്തിക മണ്ഡല രേഖകൾ ചിത്രീകരിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ കാന്തിക മണ്ഡല രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നോർത്ത് പോളിൽ നിന്നും തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കുന്ന രീതിയിലാണ് കാന്തിക ബലരേഖകളുള്ളത്, കാന്തിക മണ്ഡല രേഖകളുള്ളത്. അപ്പോൾ സോളിനോയിഡിലും അതുപോലെ തന്നെയാണ്, നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് ചോദിച്ചേക്കാം. ഇനി പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ചിത്രം നിങ്ങൾ കാണുന്നത്. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിൻ്റെ താഴെ ഒരു മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം വെച്ചിട്ടുണ്ട്. ആ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് പോൾ എങ്ങോട്ടേക്ക് ചലിക്കും എന്നുള്ളത് കണ്ടെത്താനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ പരീക്ഷണം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇത് ചോദിക്കുന്ന സമയത്ത് ചില കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പരീക്ഷയ്ക്ക് ഇത് അങ്ങനെ ചോദിച്ച് കാണാറില്ല, പക്ഷേ ചിലപ്പോൾ ഈ പ്രാവശ്യം അത് ചോദിച്ചേക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ വര, അതാണ് ബാറ്ററിയുടെ പോസിറ്റീവ് അല്ലേ. ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ചിത്രത്തിൽ എയിൽ നിന്ന് ബിയിലേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. അപ്പോൾ ആ നോർത്ത് പോൾ എങ്ങോട്ടേക്ക് ചലിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നീന്തൽ നിയമം എന്നുള്ളൊരു നിയമം ഉണ്ട്. അപ്പം അങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ നീന്തുന്നതായിട്ട് സങ്കല്പിക്കുക. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പോകുന്നത്, അതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് നീന്തുന്നതായിട്ട് സങ്കല്പിക്കുക. എങ്ങനെ നീന്തണം എന്നറിയോ? നമ്മൾ ഈ വടക്ക് നോക്കി യന്ത്രത്തെ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് കോമ്പസിനെ നോർത്ത് പോളിനെ നോക്കിക്കൊണ്ട് വേണം നീന്താൻ. നോർത്ത് പോളിനെ നോക്കിക്കൊണ്ട് വേണം നീന്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇടത്തെ കൈ നീട്ടി വെക്കുക. ആ ഇടത്തെ കൈയുടെ വശത്തേക്കായിരിക്കും ആര് ചലിക്കുക? നോർത്ത് പോൾ ചലിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ നീന്തുകയാണ്. ആ വടക്ക് നോക്കി യന്ത്രത്തെ അല്ലെങ്കിൽ ആ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ നോർത്ത് പോളിനെ നോക്കിയിട്ടാണ് നമ്മൾ നീന്തുന്നത്. അപ്പോൾ ഇടത്ത് കൈ എങ്ങോട്ടേക്കായിരിക്കും? ആ ഇടത്ത് കൈയുടെ ദിശയിലേക്കായിരിക്കും ആര് ചലിക്കുക? നമ്മുടെ നോർത്ത് പോൾ ചലിക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് അപ്രദക്ഷിണ ദിശയിലാണ് ആ സൂചി ചലിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ, അവിടെ ബിയിൽ നിന്ന് എയിലേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. അപ്പം നമ്മൾ എങ്ങനെ നീന്തേണ്ടി വരും? ബിയിൽ നിന്ന് എയിലേക്ക് നീന്തണം, താഴേക്ക് നോക്കണം അല്ലേ, ആ മാഗ്നറ്റിക് കോമ്പസിനെ നോക്കണം. അപ്പം നമ്മൾ ഇടത്തെ കൈയുടെ ദിശയിലായിരിക്കും ആര് ചലിക്കുക? നമ്മുടെ നോർത്ത് പോൾ ചലിക്കുക. അപ്പോൾ അത് പ്രദക്ഷിണ ദിശയിലായിരിക്കും. അപ്പോൾ ഇതുവരെ പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിച്ചേക്കാം. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ മാഗ്നറ്റിക് കോമ്പസ് ചിലപ്പോൾ മുകളിൽ വെക്കാം, അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കുള്ളത് ഒരു മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരുവിരൽ നിയമം അല്ലേ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. മാക്സ്വെല്ലാണ്, ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ, സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ അല്ലേ, ഒരു വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റിലും കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണക്കാക്കുന്നതിനാണ് ഈ വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ അല്ലെങ്കിൽ തമ്പ് വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത് കൈകൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ആ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ എന്തായിരിക്കും? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. ഈ നിയമം മാക്സ്വെല്ലിൻ്റെ വലംപിരി സ്ക്രൂ നിയമം എന്ന് അറിയപ്പെടുന്നുണ്ട്. വലംപിരിക്കുന്ന സമയത്ത് തിരിച്ച് മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഇനി അടുത്തത് ഒരു സർക്കുലർ കോയിലിലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയാണ് അല്ലേ. സർക്കുലർ കോയിലിൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്
സർക്കുലർ കോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, വൃത്താകൃതിയിലുള്ളൊരു ചാലകം. ആ ചാലകത്തിലൂടെ രണ്ട് രീതിയിൽ വൈദ്യുതി ഒഴുകാം അല്ലേ. ഒന്നെങ്ങനെ ഒഴുകാം? ക്ലോക്കിൻ്റെ ദിശയിൽ, അതായത് പ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി ഒഴുകാം. മറ്റേത് അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി ഒഴുകാം. അതായത് ഒരു സർക്കുലർ കോയിലിൽ പ്രദക്ഷിണ ദിശ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അപ്രദക്ഷിണ ദിശ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വൈദ്യുതി ഒഴുകാം. ഇങ്ങനെ രണ്ട് രീതിയിൽ ഒഴുകുമ്പോഴും അവിടെ അത് എന്തായിട്ട് മാറും? ഒരു കാന്തമായിട്ട് മാറും. അതിന് ചുറ്റിലൊരു കാന്തിക മണ്ഡലം ഉണ്ടാവും. അതായത് ആ സർക്കുലർ കോയിലിൻ്റെ ഒരു ഭാഗം നോർത്ത് പോളും മറ്റേ ഭാഗം സൗത്ത് പോളും ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ചാലകത്തിൽ, വൃത്താകാരമായ ചാലകത്തിലൂടെ അല്ലെങ്കിൽ സർക്കുലർ കോയിലിലൂടെ വൈദ്യുതി ഒഴുകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം നോർത്ത് പോളായിരിക്കും. ഉത്തര ധ്രുവമായിരിക്കും. ഇനി ആ സർക്കുലർ കോയിലിലൂടെ പ്രദക്ഷിണ ദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വൈദ്യുതി ഒഴുകുന്നെങ്കിലോ അവിടെ സൗത്ത് പോളായിരിക്കും അല്ലേ. അപ്പം അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വലത്ത് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അല്ലേ, വലത്ത് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ മതി, നിങ്ങൾക്കറിയാം. അപ്പോൾ വലത്ത് കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ 4 വിരലുകൾ ഏത് ദിശയിലാണ്? അപ്രദക്ഷിണ ദിശയിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവിടെ തമ്പ് കാണും. ആ തമ്പ് എന്താണ്? നോർത്ത് പോളായിട്ട് സങ്കല്പിക്കുക. ഇനി തിരിച്ചു പിടിച്ച് നോക്കൂ, നമ്മുടെ വലത്ത് കൈ തിരിച്ചു പിടിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 4 വിരലുകൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് കടന്നു പോകുമ്പോഴോ അവിടെ എന്തില്ല? തള്ളവിരൽ കാണുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം എന്തായിരിക്കും? സൗത്ത് പോളായിരിക്കും. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോയിൽ, ലേൺ വിത്ത് DPK എന്ന ചാനലിലുള്ള വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞതാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ സർക്കുലർ കോയിലുമായി ബന്ധപ്പെട്ട്, സർക്കുലർ കോയിൽ നമ്മൾ പറഞ്ഞു വൈദ്യുതി കടന്നു പോകുമ്പോൾ അതൊരു കാന്തമായിട്ട് മാറും. അതിൻ്റെ കാന്തശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ മാഗ്നറ്റിക് പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലുള്ള ചുറ്റുകളുടെ എണ്ണം കൂട്ടാം. അങ്ങനെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? സോളിനോയിഡായിട്ട് മാറുന്നത്. അപ്പോൾ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോളിനോയിഡിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വൈദ്യുതി അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ എന്തായിരിക്കും? വൈദ്യുതി അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ നോർത്ത് പോളും, വൈദ്യുതി പ്രദക്ഷിണ ദിശയിലാണെങ്കിലോ അത് സൗത്ത് പോളും ആയിരിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സോളിനോയിഡിലെ കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ ചെയ്യാം? അതിൽ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം, അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ അളവ് കൂട്ടാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ വെച്ചിരിക്കുന്ന പച്ചിരുമ്പ് കോറിൻ്റെ വണ്ണം കൂട്ടാം അല്ലേ. ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ കൂടുതൽ കാന്തശക്തി കിട്ടും. ഇനി ബാർകാന്തവും അതുപോലെ സോളിനോയിഡും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറയും. ബാർകാന്തത്തിൻ്റെ കാന്തശക്തി എപ്പോഴും സ്ഥിരമാണ്, അത് സ്ഥിരമാണ് അല്ലേ. സോളിനോയിഡ് ആണെങ്കിൽ താൽക്കാലികമാണ്, വൈദ്യുതി കൊടുക്കുമ്പോൾ മാത്രമേ അത് കാന്തമായിട്ട് മാറുള്ളൂ. പിന്നെ ബാർകാന്തത്തിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷേ സോളിനോയിഡിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് എന്ത് ചെയ്യാം? കറണ്ടിൻ്റെ ദിശ മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വൈദ്യുതിയുടെ കാന്തിക ഫലത്തിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. മോട്ടോർ തത്വം അല്ലേ. മോട്ടോർ തത്വം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പം അതിൽ ഈ ഇടത് കൈ നിയമം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു ചാലകം വെച്ചിട്ടുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ആ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ ആരായിട്ട് മാറും? ഒരു മാഗ്നറ്റായിട്ട് മാറും അല്ലേ. അപ്പോൾ വേറൊരു മാഗ്നറ്റ് ഓൾറെഡി അവിടെ ഉണ്ട്, ഈ കണ്ടക്ടർക്ക് മാഗ്നറ്റായിട്ട് മാറുന്നു. അപ്പോൾ 2 മാഗ്നറ്റ് വരുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ആകർഷണ വികർഷണം അല്ലെ, അട്രാക്ഷൻ റിപ്പൾഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ചാലകം, ഈ കണ്ടക്ടർ ചലിക്കാൻ തുടങ്ങും. അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ 2ാമത്തെ ചാപ്റ്ററിലാണ് ഈ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരുന്നത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ മാറിപ്പോകരുത്. 3ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് എന്തുണ്ട്? റൈറ്റ് ഹാൻഡ് റൂളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്? ഒരു മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ടക്ടർ വെച്ചു, ഒരു ചാലകം വെച്ചു. ആ ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോവുകയാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ചാലകം ആരായിട്ട് മാറും? മാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ മാഗ്നറ്റ് ചലിക്കാൻ തുടങ്ങും. അപ്പോൾ മാഗ്നറ്റിൻ്റെ ഈ ചാലകത്തിൻ്റെ ഈ കണ്ടക്ടറിൻ്റെ ചലനദിശ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം ഉപയോഗിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ എന്താണ്? ഇടത് കൈ നിയമമാണ് ഉള്ളത്. അപ്പം ഈ തള്ളവിരൽ എന്തിനെ സൂചിപ്പിക്കും? തമ്പ് എന്തിനെ സൂചിപ്പിക്കുക? ഫോഴ്സിനെ സൂചിപ്പിക്കും. 4 ഫിംഗർ അല്ലെങ്കിൽ നമ്മളെ ചൂണ്ടുവിരൽ എന്തിനെ? കാന്തിക മണ്ഡലത്തിനെ സൂചിപ്പിക്കും. മിഡിൽ ഫിംഗർ അല്ലേ, നടുവിരൽ എന്തിനെ സൂചിപ്പിക്കും? കറണ്ടിനെ സൂചിപ്പിക്കും. അപ്പോൾ ഇവിടെ തമ്പ് എപ്പോഴും ബലമാണ്. തമ്പ് എപ്പോഴും എന്താണ്? ബലം അല്ലെങ്കിൽ ഫോഴ്സാണ്, ചലനദിശയാണ്.
അപ്പോൾ ഈ നടുവിരൽ നമ്മളൊരു പേര് വിളിക്കുക, എന്താ വിളിക്കുക? ഫോർ ഫിംഗർ എന്നാണ് വിളിക്കുക. അതിലൊരു ആദ്യത്തെ ലെറ്റർ എന്താണ്? എഫ് ആണ്. ഫോർ ഫിംഗറിൻ്റെ ആദ്യത്തെ ലെറ്റർ എഫ് ആണ്. അതുകൊണ്ട് അത് നമ്മൾക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഫീൽഡായിട്ട് ഉപയോഗിക്കാം. ഫീൽഡ് എഫ് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഉപയോഗിക്കാം. ഇനി സെൻട്രൽ ഫിംഗർ, നടുവിരൽ, മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് സെൻട്രൽ ഫിംഗർ എന്ന് പറയാം. അപ്പോൾ സെൻട്രൽ ഫിംഗറിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താ? സി ആണ്. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? കറണ്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫാന്, മിക്സി തുടങ്ങിയ വൈദ്യുതോപകരണങ്ങളിലൊക്കെ ഈ മോട്ടോർ തത്വമാണ് ഉപയോഗിക്കുന്നത്. ഇനി വൈദ്യുത മോട്ടോറിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ വൈദ്യുത മോട്ടോറിൻ്റെ ചിത്രം തരാം, എന്നിട്ട് ഇതിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താം. എന്നും എസും എന്താണ്? സ്ഥിര കാന്തങ്ങളാണ്, കാന്തിക ധ്രുവങ്ങളാണ്. ഇനി ഈ റെഡ് കളറിൽ പകുതി മുറിഞ്ഞ റിങ്ങുകൾ എന്താണ്? സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ഇവിടെ ABCD എന്ന് പറയുന്ന ആർമേച്ചറാണ്. ഇവിടെ ബ്രഷുകളുണ്ട്, ഗ്രാഫൈറ്റ് ബ്രഷുകളുണ്ട്, ആർമേച്ചറുണ്ട്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കാം. ഈ സ്പ്ലിറ്റ് റിങ്ങിനെ കുറിച്ചിട്ട്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ചിട്ട് ചോദിക്കങ്ങളുണ്ടാവും. ഈ പ്രാവശ്യത്തെ മോഡലിനൊക്കെ ചോദിച്ചിരുന്നു. അതായത് ഏത് മോട്ടോറാണെങ്കിലും ഇവിടെ കറങ്ങുന്ന സമയത്ത്, അല്ലേ, ഇതൊരു DC മോട്ടോറാണ് അല്ലേ? അപ്പോൾ DC മോട്ടോറിൽ എന്താണ്? വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇത് ഒരേ ദിശയിൽ കറങ്ങുകയാണ് ചെയ്യുക. ആർമേച്ചർ ഒരേ ദിശയിൽ കറങ്ങുന്നു. അപ്പോൾ വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റും? യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യുക? അതിൻ്റെ ദിശ ഒരേപോലെ ആക്കുന്നു. അതാ ആർമേച്ചറിൻ്റെ കറക്കം ഒരേ ദിശയിൽ ആക്കുന്നു. ഇനി ഇവിടെ അടുത്തായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം, ചലിക്കും ചെറു ലൗഡ് സ്പീക്കറാണ്. ലൗഡ് സ്പീക്കർ എന്താ ചെയ്യുക? വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റും? ശബ്ദോർജ്ജമാക്കി മാറ്റും. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റും, അല്ലേ? ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജിയാക്കി മാറ്റും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ ചിത്രം തന്നിട്ട് ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനൊക്കെ ചോദിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗം ഡയഫ്രം, പിന്നെ വോയിസ് കോയിൽ, അല്ലേ? ആ വോയിസ് കോയിലൂടെ വൈദ്യുതി എത്തുമ്പോഴാണ് അത് വോയിസ് കോയിൽ ആരായിട്ട് മാറും? കാന്തമായിട്ട് മാറും, അല്ലേ? കാന്തിക മണ്ഡലം ഉണ്ടാവും, അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അതിന് തൊട്ട് മേലായിട്ട് എന്തുണ്ട്? ഒരു ഫീൽഡ് കാന്തമുണ്ട്. അപ്പോൾ രണ്ട് മാഗ്നറ്റ് കൂടി വരുമ്പോഴാണ് ഈ വോയിസ് കോയിലിന് എന്തുണ്ടാവുന്നു? ചലനം ഉണ്ടാവുന്നു, അല്ലേ? അപ്പോൾ വോയിസ് കോയിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡയഫ്രം എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. പിന്നെ വോയിസ് കോയിലിൻ്റെ തൊട്ട് താഴെയായിട്ട് പച്ചിരുമ്പ് കോറ്, കണക്റ്റിംഗ് വയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള. രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നുമില്ല, ഗണിത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ വളരെ കുറച്ചൊരു കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമാണ്. എന്നാലും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വായിച്ചിട്ട്, അതായത് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് വായിക്കാനുള്ള കുറേ സമയം ഉണ്ടാവും. വായിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു വായന കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ 2-3 പ്രാവശ്യം വായിച്ചിട്ട് അത് ചെയ്യാൻ നോക്കുക കേട്ടോ. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.